ജനുവരി 25 മൂന്നാം ഞായറാഴ്ചയുടെ സുവിശേഷം. മത്തായി 4:12 മുതൽ 17 വരെ വാക്യങ്ങൾ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന പ്രചോദനാത്മകമായ എഴുത്തുകാരിൽ ഒരാളാണ് ഒ.ജി. മാൻഡിനോ. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം ദ ഗിഫ്റ്റ് ഓഫ് അക്ബർ വായനക്കാരെ പഠിപ്പിക്കുന്നത് ഏതൊരു വ്യക്തിക്കും തൻ്റെ പൂർണ്ണ ശേഷി കൈവരിക്കാനുള്ള ഏക മാർഗം പോരാടുക എന്നതാണ്. പ്രതികൂല സാഹചര്യങ്ങൾ ഒരു ശാപമല്ല, അത് ഒരു അനുഗ്രഹമാണ് എന്നും ഇരുട്ടിൽ എപ്പോഴും വെളിച്ചമുണ്ട് എന്ന് വായനക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു നല്ല പുസ്തകമാണിത്. കഠിനമായ ഒരു ശൈത്യകാലത്ത് ഊർജക്ഷാമം അനുഭവിക്കുന്ന ഒരു ഗ്രാമത്തിലെ 14 വയസ്സുള്ള വികലാംഗനായ അനാഥനായ ടൂലോ എന്ന ബാലൻ ഒരു സ്വപ്നത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് അവനും അവൻ്റെ സഹോദരി ജാനയും കൂടി ഒരു പട്ടം പറത്തി ചൂടും വെളിച്ചവും നൽകാൻ സഹായകമാകുന്ന ഒരു നക്ഷത്രത്തെ പിടിക്കുന്നു. ആ സംസാരിക്കുന്ന നക്ഷത്രത്തിൻ്റെ പേരാണ് അക്ബർ. ഒരു മനുഷ്യൻ്റെ സ്വഭാവം മെച്ചപ്പെടുത്തുന്നതിനും അവനെ ശക്തനായ വ്യക്തിയാക്കുന്നതിനും ഒരു വെല്ലുവിളി നൽകുക എന്നതാണ് കഥയുടെ ഉദ്ദേശത്തിന് പശ്ചാത്തലം. ടൂലോ ഈ പ്രക്രിയയിലൂടെ കടന്നുപോയി. അവൻ കഷ്ടപ്പെട്ടു, വിഷമിച്ചു, ഒടുവിൽ മോചനം നേടി. ആ നക്ഷത്രം അതും മറ്റൊരു നക്ഷത്രമായ സ്റ്റാർ ഓഫ് ലീറയുടെയും വരവ് അക്ഷരാർത്ഥത്തിലും പ്രതീകമാൽക്കുമായും ആളുകൾക്ക് വെളിച്ചം നൽകി. ഇന്നത്തെ സുവിശേഷ വായനയിൽ സ്നാപയോഹന്നാൻ അറസ്റ്റിലായതിനു ശേഷം യേശു തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നത് കാണാം. ഗലീലി പ്രദേശത്തുള്ള കഫർനാം എന്ന പട്ടണത്തിലാണ് ഈ സംഭവം. പഴയ നിയമത്തിൽ നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നതിൽ യേശുവിൻ്റെ ശുശ്രൂഷയുടെ ശക്തമായ സ്വാധീനം ഈ സുവിശേഷ ഭാഗം സംഗ്രഹിക്കുന്നു. തിരുവെഴുത്തുകളിൽ മുൻകൂട്ടി പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങൾ യേശു നിറവേറ്റുക മാത്രമല്ല, ഗലീലിയിൽ തൻ്റെ ശുശ്രൂഷ ആരംഭിച്ചുകൊണ്ട് ആത്മീയ അന്ധകാരത്തിൽ കഴിയുന്ന ഒരു ജനതയ്ക്ക് പ്രത്യാശയും വെളിച്ചവും നൽകുന്നു. പശ്ചാത്തലമോ സാഹചര്യങ്ങളോ പരിഗണിക്കാതെ എല്ലാ ആളുകൾക്കും രക്ഷയും വീണ്ടെടുപ്പും എത്തിക്കാനുള്ള അവൻ്റെ ദൗത്യത്തെ ഈ പ്രവൃത്തി പ്രതീകപ്പെടുത്തുന്നു. ഗലീലിയിലെ യേശുവിൻ്റെ ശുശ്രൂഷ നഷ്ടപ്പെട്ടവരുടെ വെളിച്ചമായും ആവശ്യമുള്ളവരുടെയും ജീവിതത്തിൽ അവൻ്റെ പരിവർത്തന പ്രവർത്തനത്തിൻ്റെ ആരംഭം കുറിക്കുന്നു. ഈ വാക്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ സ്വന്തം ജീവിതത്തിൽ യേശുവിൻ്റെ ശുശ്രൂഷയുടെ പ്രാധാന്യം പരിഗണിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. ഗലീലിയിലെ ആളുകൾക്ക് യേശു വെളിച്ചം കൊണ്ടുവന്നതുപോലെ അവൻ്റെ ശുശ്രൂഷ ഇന്ന് നമുക്ക് വെളിച്ചവും പ്രത്യാശയും നൽകുന്നു. യേശുവിൻ്റെ പഠിപ്പിക്കലുകൾ സ്വീകരിക്കുന്നതിൻ്റെയും നമ്മുടെ വിശ്വാസയാത്രയിൽ അവൻ്റെ വെളിച്ചം നമ്മെ നയിക്കാൻ അനുവദിക്കുന്നതിൻ്റെ പ്രാധാന്യം ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സുവിശേഷ വചനത്തിലൂടെ യേശുവിൻ്റെ ശുശ്രൂഷയുടെ പരിവർത്തന ശക്തി അനുഭവിക്കാനും അവൻ്റെ സ്നേഹത്തിൻ്റെയും കൃപയുടെയും വെളിച്ചത്തിൽ നടക്കാനും അവിടുന്ന് നമ്മെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR from Kerala.